ഹായ് ഹലോ എവരി വൺ. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഏത് മാർക്കറ്റിലാണ് വർക്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, മാർക്കറ്റിനെ പറ്റിയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വർക്ക് ചെയ്യണത് ഇന്ത്യൻ മാർക്കറ്റിലാണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ് നമ്മൾ കംപ്ലീറ്റ് വർക്കും വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഫോറക്സിലും ക്രിപ്റ്റോയിലും നമ്മൾ വർക്ക് ചെയ്യാറില്ല, നമ്മൾ ഇവിടെ മാത്രമാണ് വർക്കിംഗ് ഉള്ളൂ. പിന്നെ കമ്മോഡിറ്റി മാർക്കറ്റ്, അതായത് ഗോൾഡ്, സിൽവർ, അങ്ങനെ നാച്ചുറൽ ഗ്യാസ്, അങ്ങനത്തെ ഗുഡ്സുള്ള പരിപാടിയിലാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് വരുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം, എത്ര കാലത്തേക്ക് പ്ലാൻ ചെയ്യണം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ പറയണത് എന്താണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയാം. ഇന്ത്യയിലെ കമ്പനികളിലും അവരുടെ ഷെയർസ് അവർ പബ്ലിക്കലി ലിസ്റ്റ് ചെയ്യും, IPO വഴി. NSE, BSE പോലുള്ള ഇൻഡെക്സുകളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അവർ ലിസ്റ്റ് ചെയ്യുക. ഈ നമ്മുടെ മാർക്കറ്റിൽ 2 എക്സ്ചേഞ്ചാണുള്ളത്, NSEയും BSEയും, അതായത് സ്റ്റോക്കിന് കേട്ടോ. അപ്പോൾ ഇതിലാണ് നമ്മുടെ കമ്പനീസ് അവരുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുക. ഈ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഷെയർസ് നമുക്ക് IPO എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറിലൂടെയാണ് അത് മാർക്കറ്റിലേക്ക് വരുന്നത്. ഈ IPO വഴി നമുക്കത് സ്വന്തമാക്കാൻ പറ്റും, നമുക്കും ഷെയർസ് വാങ്ങാൻ പറ്റും, അപ്ലൈ ചെയ്തിട്ട് അത് ഓൺലൈൻ വഴി നമുക്ക് കിട്ടും. പക്ഷേ അത് എല്ലാവർക്കും കിട്ടില്ല, റാൻഡം ആയിട്ട് കുറച്ച് പേർക്ക് കിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ വരുന്ന ഷെയർസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു വിലയും ഓരോ സെക്കൻഡിൽ മാറിക്കൊണ്ടിരിക്കും. ഇതിന് കാരണം അതിൻ്റെ ഡിമാൻഡാണ്. അപ്പോൾ ബാക്കി കാര്യം നമുക്ക് മുന്നോട്ട് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊരു വർക്കിംഗ് വരുന്നത്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യയിലെ കമ്പനികളുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നു, അതിലാണ് നമ്മുടെ കംപ്ലീറ്റ് ട്രേഡും വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്തിന് ട്രേഡ് ചെയ്യുന്നു എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം, നമ്മുടെ രാജ്യത്തുള്ള ഒരു കാര്യമാണിത്, അല്ലെങ്കിൽ എല്ലാ രാജ്യത്തും ഉണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും എന്താ പറയുക, അറിഞ്ഞു വെക്കണം. നാളെ നമ്മൾ ആരെങ്കിലും പറ്റിക്കരുത്. ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഒരു വെൽത്ത് ജനറേഷൻ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു വെൽത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നൊക്കെ വേണ്ടി പ്രോഫിറ്റ് ജനറേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ടായിരിക്കും നമ്മൾ ബേസിക്കായിട്ട് ട്രേഡ് ചെയ്യേണ്ടത്. ഇത് ശരിക്കും ഒരു സീരിയസ് ആയിട്ട് ബിസിനസ്സാണ്. അപ്പോൾ എല്ലാവരും പഠിച്ച് തന്നെ ചെയ്യുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇതാണ്. പിന്നെ കമ്മോഡിറ്റി, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.